Good evening. Evening, sir. Sir. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ജനുവരി 31 ആഫ്റ്റർനൂൺ കെമിസ്ട്രി, ഫെബ്രുവരി 1 ഫോർനൂൺ മാത്സ്, ഫെബ്രുവരി 1 ആഫ്റ്റർനൂൺ സെക്കൻഡ് ലാംഗ്വേജ്, ഫെബ്രുവരി 2 ആഫ്റ്റർനൂൺ ബയോളജി, 3 ഫോർനൂൺ ഇംഗ്ലീഷ്, ആഫ്റ്റർനൂൺ ഫിസിക്സ്. കറക്റ്റ് ടൈറ്റ് ഷെഡ്യൂളിൽ വെറും 31 1 2 3 ഈ 4 ദിവസം കൊണ്ടാണ് നമ്മുടെ 6 പരീക്ഷ നടക്കുന്നത്. 2 ദിവസം 2 പരീക്ഷയുണ്ട്. 3 നടക്കുന്ന പരീക്ഷ രാവിലെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ്. അതുപോലെ തന്നെ 1 നടക്കുന്ന പരീക്ഷ രാവിലെ മാത്സും, ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജും. കറക്റ്റ് ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാര് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങിയേക്കുക. ഡിസംബർ 10 ജനുവരി 31 1.5 മാസം സമയം. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഏതിലാണോ കുറവുണ്ടായിരുന്നത് ആ കുറവുള്ള 3 വിഷയങ്ങളെ പൂർണ്ണമായിട്ടും വായിച്ചില്ല. നോട്ടിഫിക്കേഷൻ 3 വിഷയങ്ങളായിരിക്കും കഴിഞ്ഞ വർഷത്തെ സ്ഥിതിയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ 3 വിഷയങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം 1.5 മാസം മുമ്പിലുണ്ട്. സെക്കൻഡ് ഇയർ കൈവിടാതെ +1 പഠിച്ചോളണം. സെക്കൻഡ് ഇയർ ഞാൻ ഈ 2 മാസം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നത് മാർച്ചിൽ മനസ്സിലാവും. അതുകൊണ്ട് +1 പഠിക്കുക വിത്തൗട്ട് എനി ലോസ് ഓഫ് സെക്കൻഡ് ഇയർ. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ കറക്റ്റായിട്ട് ടൈം ഷെഡ്യൂൾ ഇനി അങ്ങോട്ട് ഉണ്ടാക്കണം. ഏതൊക്കെ സമയത്ത് നമ്മൾ സെക്കൻഡ് ഇയർ വീട്ടിലിരുന്ന് പഠിക്കും, ഏതൊക്കെ സമയത്ത് +1 വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യും. ഈ 2 കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കൊണ്ട് വിചാരിച്ച ഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ നഷ്ടം അപ്പുറത്തുണ്ടാവാൻ കാത്തിരിക്കുകയാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, നമ്മളെ വിഷയത്തിലേക്ക് വരിക. നമ്മളിന്ന് 3ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഇയറിന്റെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ട് ഈ വരുന്ന സെക്കൻഡ് ഇയറിന്റെ പബ്ലിക് എക്സാമിനേഷന് കിട്ടിയിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ഗുണം കിട്ടും, പങ്കെടുക്കാത്തവർക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് മുകളിൽ എഴുതിയിട്ട് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്ററിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുക. 1, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? 2, ഹൗ ക്യാൻ യു യൂസ് പൊട്ടൻഷ്യോമീറ്റർ ടു കമ്പയർ EMFs ഓഫ് 2 cells? 2 സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിനെ ഉപയോഗിക്കാൻ സാധിക്കുക? 3, ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ പൊട്ടൻഷ്യോമീറ്ററിനെ ഉപയോഗിക്കുക? ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചെറിയ ചെറിയ അപ്ലിക്കേഷന്റെ പ്രോബ്ലങ്ങളും കൂടി ഉൾപ്പെടുത്തി ഉറപ്പായിട്ട് 5 മാർക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചോദിച്ചത് ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, പ്രിൻസിപ്പിൾ അറിയണം; 2, ഈ ഉപയോഗം അറിയണം; 3ാമത്തെ ഉപയോഗം അറിയണം, 2ാമത്തെ ഉപയോഗം അറിയണം. അതിനാദ്യം ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ബുക്കിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് മനസ്സിലായാലേ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ മനസ്സിലാവുള്ളൂ. ഞാനൊരു സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കാം. ഒരു സെല്ല്, ആ സെല്ലിന്റെ EMF E1. ആ സെല്ല് വഴി ഞാൻ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് മറ്റൊരു സെല്ലിനായിട്ട് ഇങ്ങനെ കൊടുത്തു. ആ സെല്ലിന്റെ EMF E2. എന്നിട്ട് ഒരു റെസിസ്റ്റൻസ് R ഇവിടെ കണക്ഷൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ഗാൽവനോമീറ്ററിന് കണക്ഷൻ കൊടുത്തു. ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് G. അപ്പൊ R എന്ന് പറയുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസും G റെസിസ്റ്റൻസും ഒരു ഗാൽവനോമീറ്ററും ഈ കാണുന്ന രൂപത്തിൽ ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ സെല്ലിന്റെ EMF E1 ആണ്, ഈ സെല്ലിന്റെ EMF E2 ആണ്. എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ കറന്റ് ഇൻ ദാറ്റ് സർക്യൂട്ട്? വാട്ട് ഈസ് ദ കറന്റ് ഷോൺ ബൈ ദാറ്റ് ഗാൽവനോമീറ്റർ? ആ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവുമ്പോൾ അതിലെ കറന്റ് എത്രയായിരിക്കും? എന്താണ് കണ്ടുപിടിക്കാനുള്ള വഴി? ഈ സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ E1ഉം E2ഉം പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അത് പാരലൽ കോമ്പിനേഷനൊന്നും അല്ല, സീരീസ് കോമ്പിനേഷനും അല്ല. നിങ്ങൾ പാരലൽ കോമ്പിനേഷൻ എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയായിരുന്നെങ്കിൽ അത് പാരലൽ കോമ്പിനേഷൻ ആകുമായിരുന്നു. ഇവിടെയാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്തതെങ്കിൽ, ഇവിടെയാണ് ഈ R കൊടുത്തിരുന്നതെങ്കിൽ ഈ 2 സെല്ലുകൾ ഞാൻ പാരലൽ ആണെന്ന് പറയുമായിരുന്നു.
പക്ഷെ ഇവിടെ ഈ രണ്ട് സെല്ലുകളും പാരലൽ അല്ല, കാരണം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് സീരീസിലാണെന്ന് അറിയാം? ഇങ്ങനെയാണ് കൊടുത്തിരുന്നതെങ്കിൽ സീരീസിലാണെന്ന് പറയായിരുന്നു. ഇതും അങ്ങനെയല്ല. അപ്പൊ ഈ കോമ്പിനേഷനും അല്ല, ഈ കോമ്പിനേഷനും അല്ല. ദിസ് ഈസ് നോട്ട് സീരീസ് കോമ്പിനേഷൻ, ദിസ് ഈസ് നോട്ട് പാരലൽ കോമ്പിനേഷൻ. ഒരിക്കലും നിങ്ങൾ സെല്ലുകളുടെ സീരീസ് പാരലൽ കോമ്പിനേഷനെ അല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് സെല്ലുകളും ഒപ്പോസ് ചെയ്യുന്ന രൂപത്തിലാണ്. ഈ സെല്ല് കറണ്ടിനെ പാസ് ചെയ്യിക്കാൻ ഇങ്ങോട്ടാവുമ്പോ, അതായത് ഈ റെസിസ്റ്റൻസിനെ അപേക്ഷിച്ച് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യിക്കാൻ നോക്കും. പക്ഷെ ഈ സെല്ലോ ഈ റെസിസ്റ്റൻസിനെ അപേക്ഷിച്ച് ഇങ്ങനെ പാസ് ചെയ്യിക്കാൻ നോക്കും. അവരവരുടെ പോസിറ്റീവിന് പുറത്തേക്ക് നെഗറ്റീവിന്റെ അവിടേക്ക് പാസ് ചെയ്യിക്കാൻ നോക്കും. അപ്പൊ E1 ഇങ്ങോട്ടൊരു കറണ്ടിനെയും E2 ഇങ്ങോട്ടൊരു കറണ്ടിനെയും പാസ് ചെയ്യിക്കുമ്പോൾ ഒറ്റ കറണ്ട് തന്നെ ഒഴുകുള്ളൂ. അപ്പൊ രണ്ടാൾക്കാരും ഒപ്പോസിംഗ് ആയിട്ടുള്ള EMF ആയതുകൊണ്ട് അവിടുത്തെ ടോട്ടൽ EMF E1 മൈനസ് E2 ആണ്. അവിടുത്തെ ടോട്ടൽ EMF E1 മൈനസ് E2 ആണ്. Therefore, current is equal to total EMF ന് ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് അടിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഒപ്പം ഒരു കാൽക്കുലേറ്ററിന്റെ റെസിസ്റ്റൻസ് കൂടി ഇങ്ങോട്ട് നമുക്ക് R പ്ലസ് G എന്നൊക്കെ എഴുതാം. സോ കറന്റ് ഇൻ ദാറ്റ് സർക്യൂട്ട് ഈസ് E1 മൈനസ് E2 ബൈ R പ്ലസ് G ആണ്. ഇനി ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് വിചാരിച്ചാൽ, ഈ ഞാൻ ഇതിലൊരു കണ്ടീഷൻ കൊടുക്കാം. E1 ഈക്വൽ ടു E2, ഈ രണ്ട് സെല്ലുകളും ഈക്വൽ EMF ഉള്ളവരാണ് എന്ന് കരുതുക. Then what happens? Then current is equal to E1 minus E2, 0 ആയി പോകും. Therefore, current becomes 0 or the galvanometer shows 0 deflection. അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ, ആ സർക്യൂട്ടില് രണ്ട് ഈക്വൽ ആൻഡ് ഒപ്പോസിറ്റ് EMF-കൾ ഉണ്ടെങ്കിൽ, ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആണ് EMF-കൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഗാൽവനോമീറ്റർ എന്തുണ്ടാവും? കറന്റ് 0 ഡിഫ്ലക്ഷൻ 0. ഒന്നുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് EMF എന്നുള്ള വാക്കിനൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, when there are two equal and opposite potentials acting, EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയല്ലേ. So when two equal and opposite potentials are acting in a circuit, the galvanometer in that circuit shows 0 deflection. ഒരു സർക്യൂട്ടില് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽസോ EMFസോ ഒരേ സമയത്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 അല്ലെങ്കിൽ കറന്റ് 0. ഈ സർക്യൂട്ടിനെ ഒന്ന് മനസ്സിൽ വെക്കുക. ഞാനത് വായിച്ചു കളയാൻ പോവാണ്. ഇത് മനസ്സിലുണ്ടെങ്കിൽ, ഇതൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല, പക്ഷെ ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വേഗം മനസ്സിലാവും. ഇനി നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് പോവാണ്. പരീക്ഷയ്ക്കുള്ള ചോദ്യം ആദ്യത്തെ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? അതിന് എന്താണ് പൊട്ടൻഷ്യോമീറ്റർ എന്നുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള സർക്യൂട്ട് ഡയഗ്രാം തൊട്ട മുമ്പത്തെ മീറ്റർ ബ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് പൊട്ടൻഷ്യോമീറ്ററിന് ഒരു വയറുണ്ട്. അവിടുത്തെ പോലെ തന്നെ ഒരു വുഡൻ ബോർഡിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പേര് വിളിക്കാം. AB is that wire, and that wire is just like a meter bridge wire, a uniform resistance wire made of manganese. മാംഗനീൻ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയാനുള്ള കാരണം, ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റൻസ് മാറില്ല. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ് മാംഗനീൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മാംഗനീൻ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? യൂണിഫോം റെസിസ്റ്റൻസ് വയർ ആണ്. റെസിസ്റ്റൻസ് ഓരോ സെന്റിമീറ്ററിനും സെയിം ആണ്. ലെറ്റ് ദാറ്റ് ബി R ohm per centimeter. ആ കമ്പിയുടെ ഓരോ സെന്റിമീറ്ററിന്റെയും റെസിസ്റ്റൻസ് R ohm ആണെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ മെയ്ഡ് ഓഫ് മാംഗനീൻ ഈസ് AB. ഇത് ഒരു വുഡൻ ബോർഡിന്റെ മുകളിൽ ലാബിൽ വരുമ്പോൾ കാണാം, അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒപ്പം ഒരു മീറ്റർ സ്കെയിലും അതിനോടൊപ്പം ഉണ്ടാവും. നമ്മളെ ലാബിൽ ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യോമീറ്ററിൽ ഈ നീളം 1 മീറ്റർ അല്ല 10 മീറ്റർ ആണ്. മീറ്റർ ബ്രിഡ്ജിന് 1 മീറ്റർ ആണ് നീളമെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ലാബുകളിലും ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറിന്റെ നീളം 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാബിൽ കൊള്ളാണ്ടാവും. സാധാരണ ഒരു ലാബിനും ചിലപ്പോൾ 10 മീറ്റർ നീളം ഉണ്ടാവില്ല. അപ്പോ അത് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു മേശപ്പുറത്ത് വെക്കാൻ പാകത്തിനാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. 1 മീറ്റർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ 2ാമത്തെ മീറ്റർ ഇങ്ങോട്ട് മടക്കി വെക്കും, 3ാമത്തെ മീറ്റർ ഇങ്ങോട്ട് മടക്കി വെക്കും, 4ാമത്തെ മീറ്റർ, 5ാമത്തെ മീറ്റർ, 6ാമത്തെ മീറ്റർ, അങ്ങനെ 10 വരികളായിട്ട് 1 മീറ്ററിന്റെ 10 വരികളായി മടക്കി 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 മലമ്പാമ്പൊക്കെ ഇങ്ങനെ കിടക്കണ പോലെ ഇങ്ങനെ മടക്കി 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 മടക്കിയിട്ടായിരിക്കും 10 മീറ്റർ വയറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ലാബിലെ ഒരു വുഡൻ ബോർഡിന്റെ മുകളിൽ. 10 മീറ്റർ നീളമുള്ള പൊട്ടൻഷ്യോമീറ്റർ വയർ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ അതൊക്കെ ചുരുക്കി ഇവിടെ കാണിക്കുന്നു. AB എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യോമീറ്റർ വയർ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മാംഗനീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂണിഫോം റെസിസ്റ്റൻസ് വയർ ആണ്. അതിന്റെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് സെയിം ആണ്. ലെറ്റ് ഇറ്റ് ബി സ്മോൾ ആണ്. അങ്ങനെയുള്ള ഒരു വയറിൽ ഇനി ഞാൻ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഇത്ര മാത്രമേ ബോർഡിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതില് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. എന്താണ് എന്റെ ഉദ്ദേശം? EMF കമ്പയർ ചെയ്യലോ ഇന്റർണൽ റെസിസ്റ്റൻസ് കാണലോ ഒക്കെ ആയിരിക്കാം. അതിനുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഒരു സർക്യൂട്ടിനെ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. ഇതിൽ 2 സർക്യൂട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാണ്ട് ലാബിൽ വരുമ്പോൾ, ഒന്ന് പ്രൈമറി, 2 സെക്കൻഡറി. ആ പ്രൈമറി സർക്യൂട്ടിൽ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക.
എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന്, വയറിന്റെ എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് നമ്മളെ കയ്യിലുള്ള ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. സാധാരണ ഉപയോഗിക്കുന്ന എലിമിനേറ്റർ അല്ലെങ്കിൽ ബാറ്ററി എന്നൊക്കെ പേര് പറയും. ആ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് തന്നെ കൊടുക്കണം, നെഗറ്റീവിലേക്ക് കൊടുത്താൽ അത് വർക്ക് ചെയ്യില്ല, ശ്രദ്ധിക്കണം. ഇനി നെഗറ്റീവിൽ നിന്ന് ഒരു ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടാവും. ഇതിനെ വിളിക്കുക റിയോസ്റ്റാറ്റ് എന്നാണ് വിളിക്കുന്നത്. ബാറ്ററിയാണ്, D1 എന്ന് വിളിക്കുക, കാരണം B എന്നുള്ള അക്ഷരം അവിടെ കൊടുത്തുപോയി. ഇതിനെ വിളിക്കുക റിയോസ്റ്റാറ്റ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് റെസിസ്റ്റൻസ് പല രൂപത്തിലുണ്ട്. റെസിസ്റ്റൻസ് ബോക്സ് ആയിട്ടുണ്ട്, അതാണ് മീറ്റർ ബ്രിഡ്ജിൽ ഉപയോഗിച്ചത്. കാർബൺ റെസിസ്റ്റേഴ്സ് കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ് മിക്കവാറും നമ്മൾ സർക്യൂട്ടുകളിലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. മറ്റൊരെണ്ണം ലാബിൽ ഉപയോഗിക്കുന്നതാണ് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വാരി ചെയ്തുകൊണ്ടിരിക്കാം, പക്ഷെ അത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ വാല്യൂ ഒന്നും അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി വാരിഡ്. അപ്പൊ വാല്യൂ അറിയാതെ ആ റിയോസ്റ്റാറ്റിലെ റെസിസ്റ്റൻസിനെ മാറ്റിക്കൊണ്ടിരിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് വാല്യൂ അറിയേണ്ട ആവശ്യമില്ലെങ്കിൽ, എന്നാൽ അവിടുത്തെ റെസിസ്റ്റൻസ് തുടർച്ചയായിട്ട് മാറ്റണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് ലാബിൽ. ആ റിയോസ്റ്റാറ്റിനെ റെപ്രസെന്റ് ചെയ്യുക അങ്ങനെയാണ്. റെസിസ്റ്റൻസിന്റെ ചിഹ്നം കാണിക്കും, പക്ഷെ അതിന് 3 ടെർമിനലുണ്ട്. സാധാരണ റെസിസ്റ്റൻസിനൊക്കെ 2 ടെർമിനലാണ്. ഇവിടെ ഒരു ടെർമിനല്, ഇവിടെ ഒരു ടെർമിനൽ ഫ്രീ ആണ്, ഇവിടെ കണക്ഷൻ ഒന്നും കൊടുക്കണ്ട. ഈ മുകളിലൊരു ടെർമിനൽ ഉണ്ട്, ആ മുകളിലത്തെ ടെർമിനലാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ആ മുകളിലത്തെ ടെർമിനൽ, അപ്പൊ താഴത്തെ ഒരു ടെർമിനലിന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ട് മുകളിലത്തെ ടെർമിനലിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ഒരു കീ വഴി, ഇങ്ങനെ കീ എന്ന് പറയുന്ന സ്വിച്ച് വഴി എവിടേക്ക് കണക്ഷൻ കൊടുക്കും? B എന്ന് പറയുന്ന എൻഡിലേക്ക് കൊടുക്കും. റിയോസ്റ്റാറ്റിന്റെ ഉദ്ദേശം ഈ മുകൾ ഭാഗത്ത് ഒരു സാധനം നീക്കാൻ പറ്റുന്നുണ്ടാവും, നീക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറിയൊക്കെ സംഭവിക്കുക, ഇവിടുത്തെ കറണ്ട് മാറും. അപ്പൊ ആ ഭാഗത്തെ പ്രൈമറി സർക്യൂട്ടിലെ കറണ്ടിനെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി, ഇവിടെ ഒഴുകുന്ന കറണ്ടിനെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ് വാരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള റിയോസ്റ്റാറ്റ് അവിടെ പഠിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആരാണ് പ്രൈമറി സർക്യൂട്ടിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ബാറ്ററി, അതിന്റെ പോസിറ്റീവ് എയിലേക്ക് കൊടുത്തു, നെഗറ്റീവ് ഒരു റിയോസ്റ്റാറ്റും ഒരു കീയും വഴി ബിയിലേക്ക് കൊടുത്തു. റിയോസ്റ്റാറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരച്ചു പഠിക്കുക. ഇങ്ങനെ തന്നെ വരയ്ക്കണം, അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറയില്ല. ഇവിടെ കൂട്ടിമുട്ടിക്കുക, ഇവിടെ ലൂസ് അങ്ങോട്ടാവും. ഇവിടെ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഒരു ടെർമിനൽ കണക്ഷൻ കൊടുത്തു, ഒരു ടെർമിനൽ ഫ്രീ ആണ്. മുകളിലത്തെ ടെർമിനലിനാണ് കണക്ഷൻ കൊടുത്തു പോയത്. അപ്പൊ ഒരു താഴത്തെ ടെർമിനലും ഒരു മുകളിലത്തെ ടെർമിനലുമാണ് എപ്പോഴും റിയോസ്റ്റാറ്റിൽ കണക്ഷൻ കൊടുക്കുക. അത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ കൂട്ടി വരച്ചാൽ സർക്യൂട്ട് തെറ്റിപ്പോവും, വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ പ്രൈമറി സർക്യൂട്ടായി. ഈ പ്രൈമറി സർക്യൂട്ട് കൂടെ ഇപ്പൊ ഒരു കറണ്ട് ഒഴുകാൻ തുടങ്ങും. ഈ കീ ഞാൻ ക്ലോസ് ചെയ്താൽ, ഇവിടെ ഞാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ സെല്ലിൽ നിന്ന് ഒരു കറണ്ട് ഒഴുകും. എങ്ങനെ ഒഴുകാതാ? ഇങ്ങനെ ഒഴുകി പോകും. ഐ എന്ന് പറയുന്ന ഒരു പ്രൈമറി കറണ്ട് വരുന്നു വിചാരിക്കും. അപ്പൊ ആരാണ് ഐ? പ്രൈമറി കറണ്ട്. നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവില്ല, നിങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം മനസ്സിലാക്കി പോവാം. പ്രൈമറി കറണ്ട് ആണ് ഐ. ആര് കാരണം? ഈ പ്രൈമറി സർക്യൂട്ടിൽ ഞാൻ ബാറ്ററി ഓൺ ചെയ്തു, കീ ഓൺ ചെയ്തപ്പോ ഒരു ഐ എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ആർക്ക് അക്രോസ്? ഈ കമ്പിക്ക് അക്രോസ്. ഈ കമ്പി കൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകി പോകും. ഇതിന്റെ ഓരോ സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാവും? പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഇതിന്റെ ഓരോ സെന്റിമീറ്റർ, അങ്ങനെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് നമ്മളിവിടെ എഴുതിയത് R ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെന്റിമീറ്ററിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് കടന്നു പോകുമ്പോൾ എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും? കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൈമറി കറന്റ് ഈസ് ഐ ആൻഡ് ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഈസ് R. സോ IR ആയിരിക്കും ഓരോ സെന്റിമീറ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് IR. ഈ ഒരു സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് IR. ഈ ഒരു സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് IR. ഈ ഒരു സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് IR. ഓരോ സെന്റിമീറ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു L സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ L സെന്റിമീറ്റർ ഓഫ് ദ വയർ. ഞാൻ ഇവിടെ L സെന്റിമീറ്റർ എടുക്കുകയാണ്, ശ്രദ്ധിക്കുക. ലെറ്റ് ദിസ് ലെങ്ത് ബി, ഓരോ സെന്റിമീറ്റർ കൂട്ടി L സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ L സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ഒരു സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR ആണ്. ആരാണ് R? റെസിസ്റ്റൻസ് ഓഫ് 1 സെന്റിമീറ്റർ വയർ. IR ആണ് പ്രൈമറിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കറന്റ്. അങ്ങനെയാണെങ്കിൽ L സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു IRL ആയിരിക്കില്ലേ? ഓരോ സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR ആണെങ്കിൽ മൊത്തം L സെന്റിമീറ്ററിൽ ഓരോ IR കൂട്ടിയിട്ട് L സെന്റിമീറ്ററിൽ മൊത്തം കൂട്ടി വരുമ്പോൾ IRL ആയിരിക്കും. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് L സെന്റിമീറ്റർ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഈസ് IRL and this is called primary potential difference. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളുടെ അടുത്ത ഉദ്ദേശം പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവരാൻ പോവാണ്. ആരുടെ EMF ആണോ മെഷർ ചെയ്യേണ്ടത്? ആരുടെയൊക്കെ EMFകളാണോ കമ്പയർ ചെയ്യേണ്ടത്? ആരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്? ആ സെല്ലിനെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് സെക്കൻഡറി സർക്യൂട്ടിലാണ്. ആരുടെ EMF ആണോ കമ്പയർ ചെയ്യേണ്ടത്?
ആരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് ആ സെല്ലല്ല ഈ സെല്ല്. ഇത് പ്രൈമറിയിൽ നമ്മൾ വേറെ സെല്ലാ കൊടുത്തത്. ഇനി ആരുടെയാണോ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ആ സെല്ലിനെ കണക്ഷൻ കൊടുക്കുന്ന സർക്യൂട്ടാണ് സെക്കൻഡറി സർക്യൂട്ട്. അത് ശ്രദ്ധിക്കുക, എയിൽ നിന്ന് തന്നെ പുറപ്പെടണം. ആരുടെ EMF ആണോ മെഷർ ചെയ്യേണ്ടത്, ആരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, അയാളുടെ പോസിറ്റീവും എയിലേക്ക് തന്നെ കൊടുക്കണം. നമ്മൾ പ്രൈമറിയിലെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്ത അതേ സ്ഥലത്തേക്ക് തന്നെ സെക്കൻഡറി സെല്ലിന്റെ ആരുടെ EMF ആണോ മെഷർ ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്, ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടത്, ആ സെല്ലിനെ ഇനി പേര് വിളിക്കുക സെക്കൻഡറി സെൽ എന്ന് പറയും. സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ഷൻ കൊടുത്ത സെൽ. അപ്പൊ സെക്കൻഡറി സെല്ലിന്റെ പോസിറ്റീവ് എവിടേക്ക് കൊടുക്കണം, നേരത്തെ ഇയാളുടെ പോസിറ്റീവ് കൊടുത്ത എൻഡിലേക്ക് തന്നെ, അതായത് എയിലേക്ക് തന്നെ കൊടുക്കണം. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇത് തെറ്റിച്ചാൽ പ്രാക്ടിക്കലിലാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, തിയറിയിലാണെങ്കിൽ ആ മാർക്ക് പോവില്ല. സോ ഇനി ബാക്കിയുള്ള നെഗറ്റീവ് ശ്രദ്ധിക്കുക. ഈ നെഗറ്റീവ് വേഗം പോയിട്ട് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കുക. നേരത്തെ ഞാൻ ഗാൽവനോമീറ്ററിനെ വരച്ചിരുന്നു. ആ ഗാൽവനോമീറ്ററിന് മീറ്റർ ബ്രിഡ്ജിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ജോക്കിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ജോക്കി ഗാൽവനോമീറ്ററിന് ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ സെക്കൻഡറി സെല്ലിന് നെഗറ്റീവ് കൊടുക്കേണ്ടത് ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവിലേക്കും ഗാൽവനോമീറ്ററിന്റെ നെഗറ്റീവ് എടുത്ത് ജോക്കിയിലേക്കും കണക്ഷൻ കൊടുക്കുക. ജോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആരാണ് ജോക്കി? ഒരു പ്രഷറാണ്. നിങ്ങൾക്ക് ഈ വയറിന്റെ മുകളിൽ മുഴുവൻ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വരാം. അപ്പൊ കറണ്ട് ഉണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിലെ സൂചി റിഫ്ലക്ട് ചെയ്യും, കറണ്ട് ഇല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലെ സൂചി റിഫ്ലക്ട് ചെയ്യില്ല. ഡയറക്ഷനും കാണിക്കും. ഒരു സൈഡിൽ കുത്തി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഒരു പ്രത്യേക ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് എൻഡിൽ കുത്തി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറി എന്ന് മനസ്സിലാക്കാം. അപ്പൊ കറണ്ട് ഉണ്ടോ എന്നും കറണ്ടിന്റെ ഡിഫ്ലക്ഷൻ മാറി എന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഉപകരണമായിട്ടുള്ള ഗാൽവനോമീറ്ററിനായിട്ട് ബന്ധപ്പെടുത്തുന്ന ഭാഗമാണ് ജോക്കി. അപ്പൊ ജോക്കിയും നമ്മൾ അവിടെ കണക്ഷൻ കൊടുത്തു. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം വരയ്ക്കേണ്ടത്. ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട സർക്യൂട്ട് ഡയഗ്രം. ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി പ്രാക്ടിക്കലാണ്. ഇവിടെ ഒരു മീറ്റർ സ്കെയിലൊക്കെ ഉണ്ടാവും, നമുക്ക് ദൂരം അളക്കാൻ. അങ്ങനെയാണ് ഞാൻ L സെന്റിമീറ്ററിനെ കളന്നത്. L സെന്റിമീറ്ററിലാണ് ഞാൻ ഇപ്പൊ ജോക്കി പ്രസ് ചെയ്ത് നിൽക്കുന്നത്. എന്താണ് ആവശ്യം എന്നുള്ളത് ഇപ്പൊ പറയും. ഞാൻ ആദ്യം ജോക്കി എടുത്തിട്ട് A എന്നുള്ള എൻഡിൽ പ്രസ് ചെയ്ത് നോക്കും. അതായത് നമ്മൾ രണ്ട് സെല്ലുകളുടെയും പ്രൈമറി സെല്ലിന്റെയും സെക്കൻഡറി സെല്ലിന്റെ EMF-നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോയി. E ആ EMF ആവാം കമ്പയർ ചെയ്യേണ്ടത്, ആ EMF ആവാം ചിലപ്പോൾ മെഷർ ചെയ്യേണ്ടത്, ചിലപ്പോൾ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കാം മെഷർ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ സെല്ലിന്റെ EMF ആണ് സെക്കൻഡറി സെല്ലിന്റെ EMF. സെക്കൻഡറി EMF ആണ് E. ഇനി ഞാൻ ഈ ജോക്കി എടുത്തിട്ട് ആദ്യം ചെയ്യുക ഈ A എന്നുള്ള എൻഡിൽ ഒന്ന് പ്രസ് ചെയ്യും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ഗാൽവനോമീറ്ററിൽ ഇവിടെ ഒരു 0 ഉണ്ടാവും, ഇവിടെയൊക്കെ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവും, ഇവിടെയൊക്കെ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവും. ഈ ഗാൽവനോമീറ്ററിലെ സൂചി ഇവിടെ സൂചി ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ നേരെ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷനെ കാണിക്കും. അതായത് കറണ്ട് ഇതിലുണ്ട്, ആ കറണ്ട് ഒരു പ്രത്യേക ദിശയിൽ പോവുകയാണ്. ഇനി ഞാൻ ഈ ജോക്കി എടുത്തിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ, അതായത് B എന്നുള്ള എൻഡിൽ പ്രസ് ചെയ്താൽ ഗാൽവനോമീറ്ററിലെ സൂചി നേരെ ഓപ്പോസിറ്റിലേക്ക് പോയിട്ടുണ്ടാവണം. അപ്പൊ ഗാൽവനോമീറ്ററിലെ സൂചിയുടെ ഡിഫ്ലക്ഷൻ A എന്നുള്ള എൻഡിലും B എന്നുള്ള എൻഡിലും ജോക്കി പ്രസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോയതെങ്കിൽ, Aയിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കണം സൂചി, Bയിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അർത്ഥം ദ കണക്ഷൻ ഈസ് കറക്റ്റ്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്, തെറ്റുകളൊന്നുമില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇതാണ് ആദ്യം നോക്കുക. കണക്ഷൻ ഒക്കെ കൊടുത്ത് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്തു, കീ ഒക്കെ ഓൺ ചെയ്തു, എന്നിട്ട് ഈ ജോക്കി എടുത്തിട്ട് A എൻഡിൽ ഒന്ന് പ്രസ് ചെയ്യും. അപ്പൊ ഗാൽവനോമീറ്ററിലെ സൂചി ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ പോകും, നേരെ ഓപ്പോസിറ്റ് എൻഡിൽ Bക്ക് മറ്റേ അറ്റത്ത് കൊണ്ടുപോയിട്ട് B എന്നുള്ള എൻഡിൽ. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 10 മീറ്റർ വയറാണെങ്കിൽ B എന്നുള്ള എൻഡിൽ ഈ സൈഡിലാവില്ല, ഇങ്ങനെ പോയി 10ാമത്തെ വരികയുടെ അവസാനം ഇവിടെ വരും. അതാണ് 1000ാമത്തെ സെന്റിമീറ്റർ. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കുത്തേണ്ടി വരിക. ഞാൻ ചിത്രം വരയ്ക്കാനുള്ള സൗകര്യത്തിന് ഒറ്റ വരിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലാബിൽ വന്നാൽ ഇത് ഈ വരിയുടെ അറ്റല്ല, ഇത് 100 സെന്റിമീറ്റർ ആയിട്ടുള്ളൂ. 200 ഇവിടെ, 300 ഇവിടെ, 400 ഇവിടെ, 500 ഇവിടെ, അങ്ങനെ 1000 ഇവിടെ ആവും. 1000ാമത്തെ സെന്റിമീറ്റർ, അതായത് പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറിന്റെ അവസാനം ഞാൻ ജോക്കി വീണ്ടും പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ എങ്കിൽ ദ സർക്യൂട്ട് ഈസ് റെഡി ടു മെഷർ. അളക്കാൻ പാകത്തിനായിട്ടുണ്ട്, തെറ്റൊന്നുമില്ല എന്നർത്ഥം. ഇനി എന്താ നമ്മൾ ചെയ്യുക? മീറ്റർ ബ്രിഡ്ജിൽ ചെയ്ത അതേ കാര്യം തന്നെ. മെല്ലെ മെല്ലെ ഞാൻ ഈ ജോക്കി Aയിൽ നിന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ നീങ്ങും. അപ്പൊ ഈ ഡിഫ്ലക്ഷൻ ഇങ്ങനെ കുറയുന്നത് കാണാം. നേരത്തെ ഈ അറ്റത്തേക്ക് ഡിഫ്ലക്ഷൻ ആയിരുന്നത് മെല്ലെ മെല്ലെ കുറഞ്ഞ് J എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഈ കുത്തിയ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഡിഫ്ലക്ഷൻ 0 അപ്പൊ എന്റെ ഉദ്ദേശം ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 പോയിന്റ് ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറിന്റെ മുകളിൽ കണ്ടെത്തുക. അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് പോയിന്റ്. മീറ്റർ ബ്രിഡ്ജിൽ ദേവാക്കന്നെ പറഞ്ഞത് ആ നീളം, ആ ബാലൻസിങ് പോയിന്റിലേക്കുള്ള ദൂരം എവിടെ നടക്കും? എവിടെയാണോ നമ്മൾ ഈ രണ്ട് സെല്ലുകളുടെയും പോസിറ്റീവ് കൊടുത്തിട്ടുള്ള A എന്ന് പറയുന്ന ഭാഗം, അവിടെ നിന്ന് ഒരു മീറ്റർ സ്കെയിൽ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഉപയോഗിച്ച് അളക്കും. അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചത് L സെന്റിമീറ്റർ. ആൻഡ് ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് ബാലൻസിങ് ലെങ്ത്.
അപ്പോ ഇതൊക്കെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജോക്കി രണ്ട് എൻഡിലും പ്രസ് ചെയ്തൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മെല്ലെ മെല്ലെ ടച്ച് ചെയ്ത് നീക്കി ഒരു പോയിന്റിലെത്തി ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ പോയിന്റിലെത്തിയപ്പോ ഗാൽവനോമീറ്ററിലെ സൂചി 0 ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0. എന്തായാലും അർത്ഥം ഈ സർക്യൂട്ടിൽ കറണ്ട് 0 എന്നാണ് അർത്ഥം. നോക്കുക, ഈ ഒരു സർക്യൂട്ടിൽ കറണ്ട് 0 ആവുള്ളല്ലേ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആവുക. ഇതാണ് ഞാൻ നേരത്തെ വരച്ച ചിത്രത്തിനായിട്ട് നിങ്ങൾ ഇനി കമ്പയർ ചെയ്യേണ്ടത്. നേരത്തെ വരച്ച ചിത്രത്തിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടായിരുന്നു. ആ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആകാനുള്ള ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മീറ്റർ ബ്രിഡ്ജും ആലോചിച്ചിരുന്നിട്ട് കൺഫ്യൂഷൻ ആക്കിയാൽ ഒരു രക്ഷയില്ല. ഇത് വീറ്റ്സം പ്രിൻസിപ്പിളോ B/Q = R/S ഒന്നും ഇവിടെ ഇല്ല. അതേ കാരണം കൊണ്ടല്ല ഇവിടുത്തെ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആകുന്നത്. ഇവിടെ എന്താണ് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആവാൻ കാരണം? ഈ സർക്യൂട്ടിൽ എന്തുകൊണ്ട് കറണ്ട് ഉണ്ടായില്ല? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഓർമ്മിക്കുക. ഒരു സർക്യൂട്ടില് രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് EMFകളോ രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് പൊട്ടൻഷ്യലുകളോ ഒരേ സമയത്ത് ആക്ട് ചെയ്താൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവില്ല, ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0. അപ്പൊ നമ്മൾ ആ ചിന്തയിലേക്ക് ഇവിടെ വരികയാണ്. ഈ സർക്യൂട്ടിൽ ആരൊക്കെയാണ് ഇപ്പൊ രണ്ട് ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള പൊട്ടൻഷ്യലുകൾ? അവര് എന്തോ ഒരു സമയത്ത് ഈ സമയത്ത് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണല്ലോ ഈ J എന്ന പോയിന്റിൽ കുത്തിയപ്പോ ഡിഫ്ലക്ഷൻ 0 ആയത്. പക്ഷെ അപ്പുറം കുത്തിയപ്പോ ഡിഫ്ലക്ഷൻ 0 അല്ല, കറണ്ട് ഉണ്ട്. അപ്പൊ എന്താണ് കാരണം? അപ്പൊ ഇത്രയും ഭാഗം ഇങ്ങനെ കറക്റ്റ് ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ സർക്യൂട്ടിൽ എന്താണ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയ പൊട്ടൻഷ്യൽ? അതിലൊന്ന് ധൈര്യമായിട്ട് എഴുതാം. ആരാ? ഈ ഭാഗത്തുള്ള ആള് ഈ തന്നെയാണ്. നേരത്തെ ചിത്രത്തിനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാം. അപ്പോ ഒരാള് ആണ്. ഈ ഈനെ ആരാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്? ആരാണ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് ഇല്ലാണ്ടാക്കിയത്? അത് ഈ ബാറ്ററി ഒന്നല്ല, ഇത്രയും ഭാഗത്തെ ആള് മാത്രം അല്ലെ. ബാറ്ററി ആണെങ്കിൽ ഇപ്പുറമൊക്കെ കറണ്ട് 0 ആണ്, അതൊന്നും 0 അല്ല. അപ്പൊ ഇത്രയും ഭാഗത്തെ എന്തോ ഒരു സാധനമാണ് ഈ EMF-നായിട്ട് ക്യാൻസൽ ചെയ്ത് പോയത്. ഇത്രയും ഭാഗത്തെ എന്തോ ഒരു സാധനത്തിനല്ലേ നമ്മൾ നേരത്തെ എഴുതിയത് പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ L സെന്റിമീറ്റർ. L സെന്റിമീറ്ററിനെക്കാളും കുറഞ്ഞാലും L സെന്റിമീറ്ററിനെക്കാളും കൂടിയാലും ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പൊ L സെന്റിമീറ്ററിന്റെ പ്രത്യേകത L സെന്റിമീറ്ററിന് അക്രോസ് ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള IRL ഈ സെക്കൻഡറി EMF-നെ ബാലൻസ് ചെയ്തു. സെക്കൻഡറി EMF-നായിട്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയി. സോ ഇത്രയും ഭാഗത്ത് കറണ്ട് ഇല്ലാതിരിക്കാനുള്ള കാരണം ഈ സമം സെക്കൻഡറി EMF-നെ ആര് ബാലൻസ് ചെയ്തു? L സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ മീറ്റർ വയറിന്റെ L സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള ഏത് പ്രൈമറി കറന്റ് പാസ് ചെയ്തുകൊണ്ട് പ്രൈമറി സെല്ല് കണക്ട് ചെയ്ത് പ്രൈമറി കറന്റ് പാസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബാലൻസ് ചെയ്തത്. ഇതാണ് EMF = IRL എന്നുള്ള ഇക്വേഷൻ എഴുതി നമ്മൾ എന്താക്കി? ഈ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആവാനുള്ള കാരണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഇനി എന്താണ് പറയാൻ പോവുക? അപ്പൊ നിങ്ങൾക്ക് ഈ റിയോസ്റ്റാറ്റ് ഒന്നും ഞാൻ മാറ്റി കളിക്കുന്നില്ലെങ്കിൽ പ്രൈമറി കറന്റ് മാറുന്നില്ല. പ്രൈമറി കറന്റ് ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഫോർ ഗിവൺ പ്രൈമറി കറന്റ് ഞാൻ മാറ്റുന്നില്ലെങ്കിൽ, മാറ്റാൻ എനിക്ക് സാധ്യതയുണ്ട്, കാരണം റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. റിയോസ്റ്റാറ്റ് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്, അത് മാറ്റിയാൽ ഇവിടുന്ന് വരുന്ന കറന്റ് മാറും. ഇത് കൂട്ടിയാൽ ഇവിടുത്തെ കറന്റ് കുറയും, ഇവിടെ കുറച്ചാൽ ഇവിടുത്തെ കറന്റ് കൂടും. അപ്പൊ ഞാനത് മാറ്റുന്നില്ലെങ്കിൽ ഫോർ ദ ഗിവൺ പ്രൈമറി കറന്റ്, തന്നിട്ടുള്ള പ്രൈമറി കറന്റിനെ അപ്പൊ I മാറ്റുന്നില്ല എന്നർത്ഥം. ഈ സ്മോൾ ആണോ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയറാണ്. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അത് ഉണ്ടാക്കി തന്നപ്പോൾ ഉണ്ടാക്കിയതാണ് റെസിസ്റ്റൻസ്. അതിന് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കില്ല. അപ്പൊ സ്മോൾ r മാറുന്നില്ല. ടെമ്പറേച്ചർ മാറിയാലും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയത്? മാംഗനീൻ കൊണ്ട് ഉണ്ടാക്കിയത് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ സ്മോൾ r ഈസ് എ കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ മാറിയാലും കൂടി മാറില്ല. പ്രൈമറി കറന്റ് ഞാൻ മാറ്റുന്നുമില്ല എങ്കിൽ that secondary EMF is directly proportional to ഇതും രണ്ടും കോൺസ്റ്റന്റ് ആക്കി തന്നാൽ ബാക്കി ഏതാവുന്നത് ബാലൻസിംഗ് ബാലൻസ്. This is the principle of potentiometer. അപ്പൊ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുക secondary EMF is proportional to balancing length. ആർക്ക്? ഈ കണ്ടീഷന്റെ ഫോർ ദ ഗിവൺ പ്രൈമറി കറന്റ്. 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതുന്നു, ഫോർ ദ ഗിവൺ പ്രൈമറി കറന്റ് സെക്കൻഡറി EMF is directly proportional to balance length എന്ന് എഴുതുക. അതല്ല അത് 3 3.5 മാർക്ക് 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിർബന്ധമായും സർക്യൂട്ട് ഡയഗ്രം ഇതേപോലെ ഈ കാര്യവും എഴുതി വെക്കണം. ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയണ്ട. ബാലൻസ് ലെങ്ത്തും സെക്കൻഡറി EMF-ഉം പ്രൊപ്പോർഷണൽ ആണ് ഫോർ ദ ഗിവൺ പ്രൈമറി കറന്റ് എന്നുള്ള വാചകം ഉണ്ടാവണം. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചോളാ, ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടി പറയാം. അപ്പോ പ്രൈമറി സർക്യൂട്ട് സെക്കൻഡറി സർക്യൂട്ട് ആയിട്ട് ഞാൻ പൊട്ടൻഷ്യോമീറ്ററിനെ വേർതിരിക്കുന്നു. പൊട്ടൻഷ്യോമീറ്ററിന്റെ വയർ AB എന്ന് പറയുന്ന ഒരു വയറാണ്. അത് മാംഗനീൻ കൊണ്ടുണ്ടാക്കിയതും യൂണിഫോം റെസിസ്റ്റൻസ് ഉള്ളതുമാണ്. അതിന്റെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് R ആണ്. അതിന്റെ A എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ഒരു പ്രൈമറി ആയിട്ടുള്ള കണക്ഷൻ കൊടുക്കുന്ന എലിമിനേറ്ററിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് റിയോസ്റ്റാറ്റിന്റെ കീ വഴി ബിയിലേക്കും കൊടുത്തു. അപ്പൊ ഒരു പ്രൈമറി കറന്റ് I പാസ് ചെയ്തു. അപ്പൊ ഓരോ സെന്റിമീറ്ററിന് അക്രോസ് ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൈമറി കറന്റ് കാരണം IR ആണ്. അപ്പൊ 7 സെന്റിമീറ്ററിന് അക്രോസ് ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് IRL ആണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരുടെ ഇ എം എഫ് ആണ് കമ്പയർ ചെയ്യേണ്ടത്, ആരുടെ ഇന്റർണൽ റെസിസ്റ്റൻസ് ആണ് കാണുന്നത്, ആ സെല്ലിനെ ഞാൻ കണക്ഷൻ കൊടുക്കുന്നത്. അതിന്റെ പോസിറ്റീവ് ഞാൻ എയിലേക്ക് കൊടുത്തു, നെഗറ്റീവ് എടുത്തിട്ട് ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ്, ഗാൽവനോമീറ്ററിന്റെ നെഗറ്റീവ് ജോക്കിയിലേക്ക്, ജോക്കി എടുത്തിട്ട് ഈ വയറിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. This circuit is called a secondary circuit, and this cell is called a secondary cell, and that EMF is called a secondary EMF. Ini the jockey is pressed at the two ends. A and B ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. Then the galvanometer shows opposite deflections, which means the circuit is correct. Then you press the jockey along the length of the wire. Then നമ്മൾ കൂടെ അങ്ങനെ ടച്ച് ചെയ്ത് വരിക. In order to get the balancing point കിട്ടണം J എന്നുള്ള പോയിന്റില്. What is balancing point? Corresponding to zero deflection in the galvanometer. galvanometer കറന്റ് 0 ആകണം. And that length from A, ഈ രണ്ടാക്കാരുടെയും പോസിറ്റീവ് കൊടുത്ത ഇവിടുന്ന് അല്ല മെഷർ ചെയ്യേണ്ടത് സ്കെയിലില്, ഇവിടുന്ന് അങ്ങോട്ട് അളക്കണം. രണ്ട് സെല്ലിന്റെയും പോസിറ്റീവ് കൊടുത്ത A എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ബാലൻസിംഗ് ലെങ്ത് is measured as 1 centimeter. Now, why this galvanometer shows zero deflection at this point? Because there are two equal and opposite potentials. One is secondary EMF and other is primary potential difference across L centimeter. So E is equal to IRL. For the given primary current ഞാൻ മാറ്റിയിട്ടില്ലെങ്കിൽ സ്മോൾ ആർ ഓൾറെഡി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് E is proportional to L. That is secondary EMF is directly proportional to the balancing length for the given primary current. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ എഴുതുന്നത്. ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. ഇനി പുതുതായിട്ട് ഒന്നും നിങ്ങൾ വരയ്ക്കാനില്ല, ഇതേ ചിത്രം തന്നെ കൊണ്ടു 3 പ്രാവശ്യം ഈ ചിത്രം വരച്ചു പഠിക്കണം. ഒരേപോലെ തന്നെ 3ാമത്തെ പ്രാവശ്യം വരയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ വരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹൗ ക്യാൻ യു കമ്പയർ EMFs ഓഫ് ടു സെൽസ്? രണ്ട് സെല്ലുകൾ തന്നാൽ EMF എങ്ങനെ കമ്പയർ ചെയ്യാം? നോക്കുക, സർക്യൂട്ട് ഡയഗ്രം മാറ്റേണ്ട, ഇതന്നെ വരച്ചാൽ മതി. ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ. E is proportional to L. ഞാൻ ആദ്യം ചെയ്യുന്നത്, എനിക്ക് 2 സെല്ലുകൾ തരും. 2 സെല്ലുകൾ തരും. ആദ്യത്തെ സെല്ലിന്റെ EMF E1, രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 ആണെന്ന് വിചാരിക്കുക. നമുക്ക് അറിയില്ല എത്രയാണ് EMF എന്നൊന്നും അറിയില്ല. E1 and E2. ആദ്യത്തെ സെല്ലിനെ ഞാൻ ഇവിടെ സെക്കൻഡറി കണക്ട് ചെയ്തു. ഇവിടെയാണോ കണക്ട് ചെയ്യുക? അല്ല, ഈ ബാറ്ററി ഒന്നും മാറ്റുന്നില്ല. ആദ്യം ഞാൻ ആ ഒരു സെല്ലിനെ ഈ സെക്കൻഡറി കണക്ഷനിൽ കൊടുത്തു. അപ്പോ അയാളുടെ EMF E1 ആണെന്ന് ഇരിക്കട്ടെ, അറിയില്ല എത്രയാണ്. ആ സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്ത് ഈ ജോക്കറ്റ് ഇങ്ങനെ നീക്കി ബാലൻസിംഗ് പോയിന്റ് കണ്ട് ഈ ലെങ്ത് അളന്നു. ആ ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക. സോ E1 is proportional to L1. ടെസ്റ്റ് മുമ്പത്തെ കാര്യത്തിൽ എഴുതി വെച്ചു. പ്രൈമറി കറന്റ് മാറ്റുന്നില്ല, ഈ റിയോസ്റ്റാറ്റ് ഒന്നും അളക്കുന്നില്ല. ഈ സെല്ലിനെ മാറ്റി മറ്റൊരു സെല്ലിനെ കണക്ട് ചെയ്തു. അയാളുടെ EMF E2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് ഫോർ ദ സെയിം പ്രൈമറി കറന്റ്, ദിസ് സെൽ ഈസ് ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ സെക്കൻഡ് സെൽ ഓഫ് EMF E2. അപ്പൊ ഞാൻ ഇതേപോലെ വീണ്ടും ജോക്കി പ്രസ് ചെയ്ത് ബാലൻസിംഗ് ലെങ്ത് മെഷർ ചെയ്തു. അപ്പൊ കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് L2. അപ്പൊ നമ്മൾ എന്ത് എഴുതും? E2 ഈസ് പ്രൊപ്പോർഷണൽ ടു L2. നോക്കൂ, പ്രൈമറി കറന്റ് മാറ്റാതെയാണ് ഇത് രണ്ടെണ്ണം ഒരേ സെറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഒരേ പ്രൈമറി കറന്റിന് E1 കണക്ട് ചെയ്യുക, ബാലൻസിംഗ് ലെങ്ത് അളക്കുക L1. രണ്ടാമത്തെ സെല്ല് E2 EMF ഉള്ള ആളെ കണക്ട് ചെയ്യുക, ബാലൻസ് ലെങ്ത് അളക്കുക L2. എങ്ങനെ ബാലൻസ് ലെങ്ത് അളക്കുക? കുത്തി പോയിട്ട് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആവുന്ന സമയത്ത് ആ പോയിന്റിലേക്കുള്ള ദൂരം അളക്കുക. അപ്പൊ കിട്ടിയത് L2. അപ്പൊ E1 പ്രൊപ്പോർഷണൽ ടു L1 എഴുതി, E2 പ്രൊപ്പോർഷണൽ ടു L2 എഴുതി. കാരണം കറന്റ് ഒന്നും മാറ്റിയിട്ടില്ല. രണ്ട് പ്രൊപ്പോർഷണാലിറ്റികൾ രണ്ടാൾക്കാരുടെയും ഈക്വാലിറ്റി എഴുതുമ്പോൾ ഈ I സെയിം ആണ്, സ്മോൾ ആർ സെയിം ആണ്. പ്രൈമറി കറന്റ് മാറ്റിയിട്ടില്ല, റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഓഫ് ദ വയറും മാറിയിട്ടില്ല. അപ്പൊ രണ്ടാൾക്കാരുടെ ഈക്വാലിറ്റി എഴുതിയാൽ IRL1 IRL2 എന്നൊക്കെ വരും. Therefore ഡിവൈഡ് ചെയ്താൽ E1 by E2 is equal to തന്നെ എഴുതാൻ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ, കാരണം ഈ കോൺസ്റ്റന്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവും L1 by L2. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി മാറി. എന്താണ് ചെയ്യേണ്ടത്? ചിത്രം വരയ്ക്കാൻ അറിയണം. സെക്കൻഡറി EMF is directly proportional to balancing length for the given primary current എന്നുള്ള വാചകം ഉണ്ടാവണം. For the first cell E1 balancing length is L1 എന്ന് എഴുതണം. For the second cell of EMF E2 let L2 be the balancing length എന്ന് എഴുതണം. എന്നിട്ട് E1 proportional to L1, E2 proportional to L2 for the same primary current എന്ന് പറയണം. Therefore E1 by E2 is equal to L1 by L2. ഈ L1 നിങ്ങൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, L2 നിങ്ങൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. L1 by L2 കണ്ടാൽ സെല്ലുകളുടെ EMF റേഷ്യോ ആയി. എത്ര സിമ്പിൾ എക്സ്പെരിമെന്റ് ആണെന്ന് അറിയാം. തിയറി എഴുതാൻ അത്രേ ഉള്ളൂ. അപ്പൊ 5 മാർക്ക് കിട്ടാൻ 3 മാർക്ക് നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രത്തിനും 2 മാർക്ക് ഈ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഒന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ. ഒരു കഥയും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഇത്രേ കൊണ്ടു. സർക്യൂട്ട് ഡയഗ്രം മനസ്സിലാക്കി വരയ്ക്കണം. അത് ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെയോ ഈ പറഞ്ഞ ഫോർ ദ ഗിവൺ പ്രൈമറി കറന്റ് സെക്കൻഡറി EMF is directly proportional to balance length എന്നുള്ള ഒരു വാചകം. ആദ്യത്തെ സെല്ലിന് E1 proportional to L1 എഴുതാം. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ സെല്ലിന്റെ EMF ആണ് E1, അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് ആണ് L1. ഇതേപോലെ E2 രണ്ടാമത്തെ സെല്ലിന്റെ EMF, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് L2. So E1 by E2 equal to L1 by L2. You can repeat the experiment. ഇത് ഒരു പ്രാവശ്യം റീഡിംഗ് ആയി.
ഇനി റിപ്പീറ്റ് ചെയ്യാം. അതിനാണ് റിയോസ്റ്റാറ്റ് വെച്ചിരിക്കുന്നത്. ഈ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ പ്രൈമറി കറന്റ് മാറും, ഈ റെസിസ്റ്റൻസ് മാറിയ പ്രൈമറി കറന്റ് മാറും. പ്രൈമറി കറന്റ് വേറൊരു പ്രൈമറി കറന്റിന് കറസ്പോണ്ടിങ് ആയി വീണ്ടും L1 എടുക്കുക, L2 എടുക്കുക, L1/L2 ആണ്. വീണ്ടും പ്രൈമറി കറന്റ് മാറ്റുക, വീണ്ടും L1 എടുക്കുക, L2 എടുക്കുക, വീണ്ടും L1/L2 ആണ്. അപ്പൊ നിങ്ങൾക്ക് 3-4 പ്രാവശ്യം ഡിഫറന്റ് പ്രൈമറി കറന്റ്സിന് ഈ സെറ്റ് ഒരേ സെറ്റ് തന്നെ, ഒരേ പ്രൈമറി കറന്റ് രണ്ടെണ്ണം ഒന്നിച്ചെടുക്കണം. L1 എടുത്തു കഴിഞ്ഞാൽ സെല്ല് താഴ്ച, രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്യുക, L2. ആ രണ്ടെണ്ണം ഒരു സെറ്റ് ആയിട്ട് എടുക്കുന്നത് ഒരേ പ്രൈമറി കറന്റിനായിട്ട്. എന്നിട്ട് L1/L2 ചെയ്യുക, അതിന്റെ മീൻ കാണാം. So you can repeat the experiment by changing the primary current by adjusting the rheostat. ഇതാണ് രണ്ടാമത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു കമ്പയർ EMFs of two cells? അടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൗ ക്യാൻ യു മെഷർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ? അതാണ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ആലോചിച്ചിട്ട് എഴുതേണ്ട കാര്യം. പക്ഷെ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായാൽ അടുത്തത് ഞാൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഇന്നലെ അയച്ചു തന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സർക്യൂട്ട് ഒന്നും ഞാൻ വായിക്കുന്നില്ല, വീണ്ടും അതന്നെ നിങ്ങൾ വരയ്ക്കും ഒരു പ്രാവശ്യം കൂടി നോട്ട്ബുക്കില്. എന്നിട്ട് ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് കാണാം. ശ്രദ്ധിക്കാം, ഒരു ഡെറിവേഷൻ ആണ്, നന്നായി മനസ്സിലാക്കാം. ആദ്യം ഇതന്നെയാണ് സർക്യൂട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്മോൾ ആർ എന്നുള്ളത്, ഈ സ്മോൾ ആർ എന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ് വായലയ്ക്ക് നാവിട്ടത് എന്തായിരുന്നു? ഈ കമ്പിയുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ AB എന്ന് പറയുന്ന വയറിന്റെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞതെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്മോൾ ആർ എന്നുള്ളത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസിന് ഉപയോഗിക്കുന്ന അക്ഷരം സ്മോൾ ആർ എന്നാണല്ലോ. ഓഫ് സെൽ, നമ്മളുടെ സെക്കൻഡറി സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഇനി മുതൽ സ്മോൾ ആർ. അപ്പൊ നേരത്തെ സ്മോൾ ആർ വേറെ, അത് റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയറായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന സ്മോൾ ആർ, അങ്ങോട്ട് കൂടെ മാറിക്കഴിഞ്ഞാൽ കൊളാവേ. ഇപ്പൊ പറയാൻ പോകുന്ന സ്മോൾ ആർ ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്മോൾ ആർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെൽ എവിടെ കണക്ഷൻ കൊടുക്കണം? സെക്കൻഡറി സർക്യൂട്ട് കൊടുക്കണം, സെക്കൻഡറി EMF ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ കണക്ഷൻ കൊടുത്തു, ഇതന്നെ സർക്യൂട്ട് ആയിരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഒപ്പം ചെറുതായിട്ടൊന്ന് ഒരു അഡീഷൻ നടത്താൻ പോവാണ്. നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ഈ സെല്ലിന് പാരലായി, ഈ സെല്ലിന്റെ പോസിറ്റീവിന് ഒരു റെസിസ്റ്റൻസ് ബോക്സുമായിട്ട് കണക്ഷൻ കൊടുക്കുക. ഇത് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ പറഞ്ഞ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബോക്സ്. ഇഷ്ടമുള്ള റെസിസ്റ്റൻസിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്, നിങ്ങൾക്ക് റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല, മാറ്റാനേ പറ്റും. ഇവിടെ അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റാം. 1 ohm 2 ohm 3 ohm എന്നൊക്കെ അതിന് എഴുതി വെച്ചിട്ടുണ്ടോ. അങ്ങനെ ഉള്ള റെസിസ്റ്റൻസ് ബോക്സിനെ എവിടെ കൊടുക്കും? നമ്മൾ ആരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, ആ സെക്കൻഡറി സെല്ലിന്റെ പോസിറ്റീവിനായിട്ട് ഈ റെസിസ്റ്റൻസ് ബോക്സ് കണക്ഷൻ കൊടുത്ത്, ഇനി അടുത്തത് കൊടുക്കേണ്ട ഒരു കീനായിട്ട് കണക്ഷൻ കൊടുക്കും. ഓൾറെഡി ഇവിടെ ഒരു കീ ഉണ്ട്, അതുകൊണ്ട് ഈ കീക്ക് നമുക്ക് K1 എന്നുള്ള പേര് കൊടുക്കാം. അങ്ങനെ K1 എന്നുള്ള ഒരു കീയിലേക്ക് കണക്ഷൻ കൊടുത്ത് നമ്മളെ സെക്കൻഡറി സെല്ലിന്റെ നെഗറ്റീവിനായിട്ട് കണക്ഷൻ കൊടുക്കും. അപ്പൊ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ നേരത്തെ വരച്ചതൊക്കെ അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ നമ്മൾ സാധനം ചെയ്തു. സെക്കൻഡറി സെല്ലിന്റെ പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീ കൂടിയും കണക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഈ ചിത്രമാണ് നമ്മൾ ഇനി വരയ്ക്കേണ്ടത്. ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ പറയുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് വെച്ചോ. ഞാൻ ആദ്യം ചെയ്യുന്നത്, ഈ കേ എപ്പോഴും ക്ലോസ്ഡ് ആണ്. ഈ കീ ക്ലോസ്ഡ് ആയാൽ മാത്രമേ പ്രൈമറി കറന്റ് ഇത് കൂടെ ഒഴുകുകയും പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇതെങ്ങാനും ഓഫ് ആണെങ്കിൽ, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഒരു കാലത്തും പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ക്ലോസ്ഡ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരു കീ ഇട്ടിട്ടുണ്ട് K1. അത് ആദ്യം ഞാൻ ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് K1 ഈസ് ഓപ്പൺ. K1 ഓപ്പൺ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന സർക്യൂട്ട് തന്നെ, അതായത് ഈ റെസിസ്റ്റൻസ് ഒന്നും സർക്യൂട്ടിലേ ഇല്ല എന്നർത്ഥം. ഇത് കൂടെ ഒന്നും കറണ്ട് ഒഴുകില്ല, ഈ റെസിസ്റ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ K1 ഈസ് ഓപ്പൺ. എന്നിട്ട് ഞാൻ ഈ ജോക്കി എടുത്തു, ഓൺ ചെയ്ത് കിടക്കുകയാണ്. ഈ എൻഡിൽ പ്രസ് ചെയ്തു, ഗാൽവനോമീറ്റർ സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചു. മറ്റേ എൻഡിൽ പ്രസ് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചു. മെല്ലെ നീക്കി. ഇതേപോലെ നീക്കിയപ്പോ ഗാൽവനോമീറ്ററിന്റെ സൂചി ഇങ്ങനെ കടത്തി വന്ന് 0-ലായി. ഈ പോയിന്റിൽ എത്തിയപ്പോൾ ആ നീളം ഞാൻ അളന്നു. ലെറ്റ് ഇറ്റ് ബി L1 സെന്റിമീറ്റർ. L1 സെന്റിമീറ്റർ ഷാൻസ് ലെങ്ത് മെഷർ ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താണ് എഴുതുക? ആരാണ് ഈ ഇവിടെ ബാലൻസ്ഡ് ആക്കിയത്? ഈ സെക്കൻഡറി EMF-ഉം പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസും ബാലൻസ് ചെയ്തു. സോ E is equal to IRL അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് E is equal to IRL എന്നൊന്നും എഴുതണ്ട. E is proportional to ആരാണ് ഇപ്പോഴത്തെ ബാലൻസ് ലെങ്ത്? L1 ആണ്. L1, that is equation number 1, relation 1. ഒന്നും ചെയ്തില്ല,
ഈ സെക്കൻഡറിയിൽ നമ്മൾ കൊടുത്ത ഇ എം എഫിന് പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബോക്സിലൂടെ കറണ്ട് ഒന്നും ഒഴുകുന്നില്ല, കാരണം K1 ഓപ്പൺ ആണ്. ആ സമയത്ത് ഈ ഇ എം എഫ് തന്നെയാണ് ഈ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള IRL1 ബാലൻസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. K1 ഈസ് ക്ലോസ്ഡ്. ഞാൻ തന്നെ പരീക്ഷയ്ക്ക് എഴുതാം. K1 ഈസ് ക്ലോസ്ഡ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയും. ഈ കീ ക്ലോസ്ഡ് ആക്കി നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സിനായിട്ട് കണക്ഷൻ കൊടുത്ത കീ ക്ലോസ്ഡ് ആക്കിയാൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് കറണ്ട് പുറത്തേക്ക് വരും അല്ലെ? ഇങ്ങനെ ഒരു കറണ്ട് പാസ് ചെയ്യണം. ആ കറണ്ടിനെയാണ് ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് I എന്ന്. അപ്പൊ നേരത്തെ ഒരു പ്രൈമറി കറണ്ടിനെയാണ് I എന്ന് വിളിച്ചത്. ഞാൻ അത് മാറ്റി. ഇപ്പൊ ഞാൻ I എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്ത, സെക്കൻഡറി സെല്ലിൽ നിന്നും ഡ്രോ ചെയ്ത കറണ്ടാണ്. എപ്പോഴാണത്? ഈ കീ ക്ലോസ്ഡ് ആക്കി ഇവിടെ ഞാൻ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ചൂസ് ചെയ്തു. അപ്പൊ ആ ക്യാപിറ്റൽ Rലൂടെ പാസ് ചെയ്ത കറണ്ട് ആണിത്. ഈ സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്തു. സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്താൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇ എം എഫ് എന്ന് വിളിക്കുവോ? ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോ I എന്ന് പറയുന്ന കറണ്ട് R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്താൽ അതിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പി ഡി. ഇപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആള് സെക്കൻഡറി സെല്ലിന്റെ ഇ എം എഫ് അല്ല, കാരണം സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്തു. നേരത്തെ എന്തായിരുന്നു പ്രശ്നം? സെല്ലിൽ നിന്ന് കറണ്ട് ഒന്നും എടുത്തില്ല, അതുകൊണ്ടല്ലേ ബാലൻസ്ഡ് ആയത്. അപ്പൊ നമ്മൾ ഇ എം എഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. കറണ്ട് പുറത്തേക്ക് എടുത്തിട്ടില്ലെങ്കിൽ സെക്കൻഡറി സെല്ലിന്റെ ഇ എം എഫ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ കറണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് വേറൊരു വഴി കൂടെ കറണ്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ഇ എം എഫിനെക്കാളും താഴും. കറണ്ട് പുറത്തേക്ക് എടുത്താൽ നമ്മൾ പറഞ്ഞു ഇ എം എഫിനെക്കാളും താഴും. അതിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പി ഡി. അപ്പൊ അത് എത്രയായിരിക്കും ടെർമിനൽ പി ഡി? I × R × EV. അപ്പൊ ഇപ്പോ നേരത്തെ ഇന്റെ അത്ര ശക്തിയിലല്ല ഈ ആളെ ബാലൻസ് ചെയ്യുക. അപ്പൊ ബാലൻസ് ലെങ്ത് വീണ്ടും ഞാൻ അളന്നു. ഇതേപോലെ കണക്ഷൻ കൊടുത്ത് K1 ക്ലോസ്ഡ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ജോക്കി പ്രസ് ചെയ്ത് നീക്കും. അപ്പൊ കിട്ടിയ ബാലൻസ് ലെങ്ത് L2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, L1 ആണോ L2 ആണോ വലുതാവുക? L1 ആണോ L2 ആണോ വലുതാവുക? ആരാണ് L1? ഈ കീ ഓപ്പൺ ആക്കിക്കൊണ്ട്, അതായത് ഇത് കൂടെ കറണ്ട് ഒന്നും എടുക്കാത്ത സമയത്ത് ബാലൻസിങ് പോയിന്റിലേക്കുള്ള ദൂരം. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഇ എം എഫ് ആണ്. ഈ സെക്കൻഡറി ഇ എം എഫ് ഇത് മുഴുവൻ ഇവിടുത്തെ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബാലൻസ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഈ കീ ക്ലോസ്ഡ് ആക്കി കറണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇ എം എഫ് താഴും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. ഇ എം എഫിനേക്കാളും കുറവാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോ ബാലൻസ് ചെയ്യുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി ഇ എം എഫിനേക്കാളും കുറവായി. അതുകൊണ്ട് ഇവിടുത്തെ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബാലൻസ് ചെയ്യാൻ ആള് ശക്തി കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ നീളം കുറച്ചു മതിയാവും. നേരത്തെ L1 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത്രയും സെന്റിമീറ്ററിന് അക്രോസ് ഉള്ള പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ട ഇയാളെ ബാലൻസ് ചെയ്യാൻ, കാരണം ഇയാളുടെ ശക്തി കുറഞ്ഞു. സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്തു. അതോടുകൂടി ഈ നമ്മുടെ നേരത്തെ എടുത്തിരുന്ന ബാലൻസിംഗ് ലെങ്ത് L1 എന്നുണ്ടായിരുന്നത് കുറഞ്ഞ് L2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ പുതിയ ബാലൻസിംഗ് ലെങ്ത് L2 ആണ്. ശ്രദ്ധിക്കണം, അത് L1-നേക്കാളും കൂടുതലല്ല ആവുക, കുറവായിരിക്കും. L2 ഈസ് ലെസ് ദാൻ L1. കാരണം എന്താ? നേരത്തെ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് L1 സെന്റിമീറ്റർ അക്രോസ് IRL1 ആയിരുന്നു. അത് ബാലൻസ് ചെയ്തത് ഇ എം എഫിനെയാണ്. ഇപ്പോഴോ ആ IRL1-നേക്കാളും കുറവാണ് IRL2. അതുകൊണ്ട് ഇവിടുത്തെ സെക്കൻഡറി ഇ എം എഫ് കുറഞ്ഞിട്ടുണ്ട്, കാരണം കറണ്ട് പുറത്തേക്ക് പോയല്ലോ. അത് ഇ എം എഫ് കുറഞ്ഞപ്പോ ഇയാളെ ബാലൻസ് ചെയ്യാനുള്ള നീളവും കുറവ് മതി എന്നർത്ഥം. അപ്പൊ L1-നേക്കാളും കുറഞ്ഞതായിരിക്കും L2. Now B is proportional to L2 എന്ന് വീണ്ടും that is relation to. അതായത് സെക്കൻഡറി ഇ എം എഫ് അല്ല ഇപ്പൊ ഈ L2 എന്ന് പറയുന്ന ബാലൻസ് ലെങ്ത്തിന് കാരണക്കാരൻ ആരാണ്? സെല്ലിൽ നിന്ന് പുറത്തേക്ക് എടുത്ത കറണ്ട് കൊണ്ടുണ്ടായ ടെർമിനൽ പി ഡി ആണ്. സോ B is proportional to L2. E is proportional to L1. K1 ഓപ്പൺ ആവുമ്പോൾ കറണ്ട് ഒന്നും പുറത്തേക്ക് എടുക്കാതിരിക്കും. പക്ഷെ കറണ്ട് പുറത്തേക്ക് എടുത്തപ്പോ ഇ എം എഫ് താഴ്ന്നു. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ ബാലൻസ് ചെയ്യാനുള്ള കാരണക്കാരൻ. ഈ സർക്യൂട്ടിൽ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. ഇനി ആരാണ് V? ഞാൻ നോക്കാൻ പോവാണ്. വാട്ട് ഈസ് V? ഇവിടെ നോക്കുക. V = I × R. ഇവിടുത്തെ I അല്ല കേട്ടോ, പ്രൈമറി കറണ്ട് അല്ല I. ഇപ്പൊ ഞാൻ കറണ്ട് ഉദ്ദേശിച്ചത് കറണ്ട് ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് എടുത്ത കറണ്ടാണ്. സോ V = I R, where R is നമ്മൾ ഉപയോഗിച്ച റെസിസ്റ്റൻസ്. വാട്ട് ഈസ് I? വീണ്ടും ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഭാഗം ഓർമ്മിക്കുക. നമുക്ക് ഇനി ഇന്റേണൽ റെസിസ്റ്റൻസിനെ അവിടെ കൊണ്ടുവരണം. ഇതുവരെ ഇന്റേണൽ റെസിസ്റ്റൻസ് വന്നില്ല. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഫോർമുല? കറന്റ് = ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ ഇ എം എഫ് ഈസ് E. ഇവിടുന്നാണ് കറന്റ് വെച്ചെടുത്തത്. ആ സെല്ലിന്റെ ഇ എം എഫ് ആണ് E. ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് includes this external resistance and internal resistance of the cell in series. അപ്പൊ ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആണെങ്കിൽ ആ സ്മോൾ r ആവും, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R സീരീസിലായിരിക്കും. അപ്പൊ ഈ ഭാഗത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r ആയിരിക്കും. ഈ സ്മോൾ r നേരത്തെ കൺഫ്യൂഷൻ ആക്കരുത്. ഈ കമ്പ്യൂട്ടർ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഒന്നും അല്ല, ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്.
അപ്പൊ നമ്മളുടെ ഐയിലേക്ക് നമ്മൾ സ്മോൾ ആറിനെ കൊണ്ടുവന്നു. നമുക്ക് സ്മോൾ ആർ കാണലാണ് ഉദ്ദേശം. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ വന്നു? EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും സീരീസിലാണെന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. Therefore, V is equal to, ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോവാണ്, V is equal to IR ആണ്. അതിന് പകരം E divided by R plus R എഴുതി into capital R. Therefore, relation 3 becomes, മൂന്നാമത്തെ റിലേഷനെ നമുക്ക് മാറ്റി എഴുതാം, E R by R plus R അല്ലെ. V is ER by R plus R is proportional to L2, that is relation 3. ഒന്നാമത്തെ റിലേഷൻ E is proportional to L1. മൂന്നാമത്തെ റിലേഷൻ ER by R plus R is proportional to L2. You compare 1 and 3. 1 divided by 3 gives. 1 divided by 3 gives. Left hand side divide ചെയ്യുമ്പോൾ E cancel ചെയ്ത് പോവും. ഇതിന്റെ ഡിനോമിനേറ്റർ മുകളിലേക്ക് കയറി വരും. സോ ആൻസർ ഈസ് R plus R മുകളിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു R വരും. ഇവിടുത്തെ E cancel ചെയ്ത് പോയി, ഈ ഡിനോമിനേറ്റർ മുകളിൽ കയറി തിരിച്ചു വന്നു. R plus R by R എന്നാവും. equal to പ്രൈമറി കറന്റ് ഒന്നും മാറ്റിയില്ല, അതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ടോ. equal to ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് L1, ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് L2. ഈ റിലേഷനിലേക്ക് നമ്മൾ എത്തും. നോക്കൂ, ശ്രദ്ധിച്ച് എഴുതി പഠിച്ചില്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ചിട്ട് ഇതൊക്കെ തട്ടിപ്പോവാൻ സാധ്യത ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥലമാണ്. ഈ പ്രൊപ്പോർഷൻ L1 എഴുതാൻ തോന്നില്ല. ഇത് എഴുതി കഴിഞ്ഞാൽ ആ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവില്ല. വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കറന്റിന്, ഈ സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്ത കറന്റിന്റെ ഫോർമുല എഴുതാൻ ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ കറന്റിലാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പണി. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം മനസ്സിലാക്കിയാൽ നമ്മൾ വേഗം ചിന്ത അങ്ങനെ പോകും. അപ്പൊ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടുക. പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ ഈ ഫോർമുല ബൈഹാർട്ട് പഠിക്കലും അത്ര എളുപ്പമല്ല. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഞാൻ ഇതിനെ ഒന്ന് എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത് R by R is 1 അല്ലെ, പ്ലസ് സ്മോൾ R by R. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് R by R 1, സ്മോൾ R by R equal to L1 by L2. എനിക്ക് ആരെ കണ്ടത്? R by സ്മോൾ R നെയാണ്. സോ സ്മോൾ R by ക്യാപിറ്റൽ R is equal to തങ്ങൾ പോട്ടെ. സോ L1 by L2 minus 1 that's equal to L1 minus L2 by L2. ശരിയല്ലേ? L1 by L2 minus 1 എഴുതി, ഇത് മൈനസ് ചെയ്യുമ്പോൾ L1 minus L2 by L2 എഴുതി. So you get finally the answer as small r equal to, ഇത് കിട്ടുന്നത് സ്മോൾ R നെയാണ്. ക്യാപിറ്റൽ R അപ്പുറത്തേക്ക് പോട്ടെ, ഇൻറ്റു ബാക്കിയുള്ളത് ആരൊക്കെയാണ്? L1 minus L2 by L2. That is the expression we got. Internal resistance of the cell small r is equal to cell internal resistance small r is equal to capital R into capital R ആണ്. നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത external resistance ആണ്. എനിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അപ്പൊ capital R എനിക്കറിയാം. into L1 minus L2 by L2. ആരാണ് L1? ആദ്യം ഞാൻ ഈ കീ ഓപ്പൺ ആക്കിയിട്ടുകൊണ്ട്, A1 ഓപ്പൺ ആക്കിക്കൊണ്ട് ഈ സെല്ലിൽ നിന്ന് കറന്റ് ഒന്നും ഡ്രോ ചെയ്യാതെ കണ്ടെത്തിയ ബാലൻസിംഗ് ലെങ്ത് ആണ് L1. അതാണ് വലുത്. ഇനി ആരാണ് L2? ഞാൻ ഈ കീ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് കറന്റ് ഡ്രോ ചെയ്തുകൊണ്ട് കിട്ടിയ രണ്ടാമത്തെ ബാലൻസിംഗ് ലെങ്ത് ആണ്. അത് എപ്പോഴും L1-നേക്കാളും കുറവായിരിക്കും. അതാണ് L1 minus L2 തന്നെ വന്നത്. നെഗറ്റീവ് ആയിട്ടൊക്കെ മാറും, അങ്ങനെയൊന്നും വരാൻ പാടില്ല, ശ്രദ്ധിക്കുക. സോ L1 അറിയാം, L2 അറിയാം, ക്യാപിറ്റൽ R അറിയാം. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഹൗ ക്യാൻ യു മെഷർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ? 4 മാർക്കിന്റെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നോക്കൂ, നേരത്തെ വരച്ച പ്രിൻസിപ്പിളിന് വരച്ച ചിത്രം, കമ്പാരിസൺ ഓഫ് EMF വരച്ച ചിത്രം, അതേപോലെ പ്രൈമറിയും സെക്കൻഡറിയും വരച്ചതിന് ശേഷം സെക്കൻഡറിയിലെ സെല്ലിന് പാരലായി, അതായത് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ഷൻ കൊടുക്കണം. ഇത് നിർബന്ധമാണ്. ഇനി ആദ്യം പറയുന്നത്, ഈ കീ ഓപ്പൺ ആക്കിക്കൊണ്ട്, അതായത് ഓഫ് ആക്കിക്കൊണ്ട് കറന്റ് ഒന്നും എടുക്കാതെ ബാലൻസിംഗ് പോയിന്റ് കണ്ടെത്തി ബാലൻസ് ലൈൻ കലർത്തുക. അതിനെ L1 എന്ന് വിളിക്കുക. അപ്പൊ മുമ്പ് എഴുതിയ പോലെ തന്നെ സെക്കൻഡറി EMF ആണ് അതിന് കാരണക്കാരൻ. സോ ഈ ഈസ് പ്രൊപ്പോർഷണൽ ടു L1. ആർക്ക് കാരണക്കാരൻ? ഈ പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബാലൻസ് ചെയ്തത് സെക്കൻഡറി സെല്ലാണ്. അതിന്റെ EMF ആണ് മുഴുവനായിട്ട്. അതാണ് ഈ ഈസ് പ്രൊപ്പോർഷണൽ ടു L1. ഇനി ഈ കീ ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ റെസിസ്റ്റൻസിനെ ചൂസ് ചെയ്യുകയും ചെയ്തു. ആ റെസിസ്റ്റൻസ് ആണ് R. അപ്പൊ അത് കൂടെ ഇതൊന്നും കൂടെ ഒരു കറന്റ് ഒഴുകാൻ തുടങ്ങി. ഈ കറന്റ് ഒഴുകിയതോടുകൂടി ഈ EMF താഴ്ന്നു. അപ്പൊ നമ്മൾ അതിനെ EMF എന്ന് വിളിക്കില്ല. കറന്റ് പുറത്തേക്ക് എടുക്കാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. കറന്റ് പുറത്തേക്ക് എടുക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക. ആ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് I into R എന്ന് പറയുന്ന V. ആ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇപ്പൊ പ്രൈമറിനെ ബാലൻസ് ചെയ്തത്. പ്രൈമറി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബാലൻസ് ചെയ്തത്. ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാളും കുറവായതുകൊണ്ട് ബാലൻസ് ചെയ്യുന്ന നീളം നേരത്തെ അത്ര നീളം വേണ്ടി വരില്ല. L1-നേക്കാളും കുറവായിരിക്കും. പുതിയ ബാലൻസിംഗ് ലെങ്ത്, പുതിയ ബാലൻസിംഗ് പോയിന്റ് എന്നിവ കണ്ടെത്തി. ആ ബാലൻസിംഗ് ലെങ്ത് ആണ് L2. ആ L2-നെ ബാലൻസ് ചെയ്തത് ആരാണ്? ഈ പറഞ്ഞ
ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതാണ് V പ്രൊപ്പോർഷണൽ ടു L2 K1 ക്ലോസ്ഡ് ആക്കിയപ്പോ ഇത് മനസ്സിലാക്കി എഴുതണം. ഈ V സമം I ഇൻറ്റു ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അതിൽ I സമം ഈ I എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കൂടി കൺസിഡർ ചെയ്യാണ്. ഈ സെല്ലിന്റെ EMF ഹരിക്കണം ഇവിടുത്തെ ആകെ റെസിസ്റ്റൻസിന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും സീരീസിലാണ്. ഈ ഫോർമുല നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് പറയുമ്പോൾ. അപ്പൊ അതോടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കൊണ്ടുവന്നു, അത് വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഈ രണ്ടാമത്തെ റിലേഷൻ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയും മാറി മൂന്നാമത്തെ റിലേഷൻ. ഇനി 1/3 ചെയ്തപ്പോ ഈ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ R പ്ലസ് R തലതിരിഞ്ഞ് വരും. R പ്ലസ് R ബൈ R L1/L2 എന്നായി. ശ്രദ്ധിക്കുക, L1 വലുതും L2 ചെറുതും എന്ന് ഉറപ്പായിട്ട് പറയണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും പ്രത്യേകം പറയില്ല. K1 ക്ലോസ്ഡ് K1 ഓപ്പൺ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ L1 ആരാണ് L2 ആരാണ് വലുത് ചെറുത് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം തെറ്റാണ്ട് പ്രോബ്ലം ചെയ്യാം. വലിയ നീളമാണ് L1, ചെറിയ നീളമാണ് L2. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ കിട്ടിയതാണ് സ്മോൾ r ക്യാപിറ്റൽ R ഇൻറ്റു L1 മൈനസ് L2/L2. ഇതൊക്കെ എനിക്ക് തന്നെ കാണാപ്പാടം പഠിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. L1 മൈനസ് L2/L1 ആയി കഴിഞ്ഞാൽ ഉത്തരം പോയി. സ്മോൾ r ക്യാപിറ്റൽ R ഇൻറ്റു L1 മൈനസ് L2/L1 എഴുതി കഴിഞ്ഞാൽ ഫോർമുലയുടെ മാർക്കും പോയി, നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷനും പോയി. ഒരു മാർക്കും കിട്ടാണ്ടേ, ഒരു പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചിലപ്പോൾ ഇതിൽ നിന്നും ചോദിക്കാണ്ടേ വാട്ട് ഇസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം. സർക്യൂട്ട് ഡയഗ്രം തരും. എന്നിട്ട് ഈ K1 ക്ലോസ് ഓപ്പൺ ആക്കിക്കൊണ്ടുള്ള ബാലൻസ് ലെങ്ത് 40 സെന്റിമീറ്റർ, K1 ക്ലോസ്ഡ് ആക്കിക്കൊണ്ടുള്ള ബാലൻസ് ലെങ്ത് 35 സെന്റിമീറ്റർ, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R തന്നുണ്ടാവും. അപ്പൊ നമുക്ക് L1 ഉം L2 ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഫോർമുല ഇത് കൊടുക്കുന്നതിന് പകരം എങ്ങാനും ഇവിടെ L1 എഴുതി പോയാൽ 0 മാർക്കാവും. അതുകൊണ്ട് ഫോർമുലയെ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് കൺസിഡർ ചെയ്ത് പഠിക്കുക. R ഇൻറ്റു L1 മൈനസ് L2/L2. എന്റെ തെറ്റ് ഇതാണ്, എനിക്ക് തെറ്റാൻ സാധ്യത ഉണ്ടായിരുന്നതായിരുന്നു L1 മൈനസ് L2/L1 എഴുതൂ എന്നുള്ള പേടിയായിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും ഒരു കീ പോയിന്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. ശരിക്കും ഡെറൈവ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഫോർമുല നേരെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ L1 L2 ഒന്ന് തിരിച്ചു പോയാൽ നമ്മുടെ പണി പാടും. L1 മൈനസ് L2 എന്ന് എഴുതുന്നവർക്ക് ഒരു തെറ്റും വരില്ല. കാരണം വലുത് ആദ്യം എഴുതും എന്നിട്ട് ചെറുത് എഴുതുള്ളൂ. ഇനി നെഗറ്റീവ് കിട്ടുമ്പോൾ നമുക്കറിയാലോ റെസിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ഒന്നും ആവില്ല. പക്ഷെ അടിയിലിടുന്ന ആള് വലുതാണോ ചെറുതാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിക്കുക, ചെറുതാണ് ഡിനോമിനേറ്ററിൽ ഇടുന്നത്, L2 ആണ് ഡിനോമിനേറ്ററിൽ ഇടുന്നത്. കറക്റ്റ് ഡെറിവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ പറയാ, 2 EMFകൾ എങ്ങനെ കമ്പയർ ചെയ്യുക എന്നുള്ളത് പറയാ, 3 ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നുള്ളത് പറയാം. 3 4 5 മാർക്കിന്റെ കാറ്റഗറിയിൽ വരും. അടുത്തൊരു ചോദ്യം പരീക്ഷയ്ക്ക് എന്നും ചോദിക്കുന്ന അതിലേക്ക് ഈ സെക്ഷൻ D ഉണ്ടാവുമല്ലോ, ഒരു മാർക്കും കൂടി എക്സ്ട്രാ തരാൻ വേണ്ടി 5 മാർക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ EMF മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ ആണോ, വോൾട്ട് മീറ്റർ EMF മെഷർ ചെയ്യുന്ന സാധനമാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള സാധനമാണ്, വോൾട്ട് മീറ്റർ ആണോ പൊട്ടൻഷ്യോമീറ്റർ ആണോ പ്രിഫർ ചെയ്യുക എന്നും ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. എന്തുകൊണ്ട്? പൊട്ടൻഷ്യോമീറ്റർ ആണോ വോൾട്ട് മീറ്റർ ആണോ EMF മെഷർ ചെയ്യാൻ നിങ്ങൾ പ്രിഫർ ചെയ്യുക, എന്തുകൊണ്ട്? എന്തായാലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ പറയും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച സ്ഥിതിക്ക് പൊട്ടൻഷ്യോമീറ്റർ തന്നെ ആയിക്കോട്ടെ. ആൻസർ ഈസ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് EMF മെഷർ ചെയ്യുന്നത് ഒരു സെല്ലിന്റെ? വോൾട്ട് മീറ്ററിനെക്കാളും എന്താണ് അതിന്റെ ഗുണം? അതിന്റെ ഗുണതാണ് EMF എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു കറന്റ് ഡ്രോ ചെയ്യാത്ത സമയത്തുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പോസിറ്റീവിന് നെഗറ്റീവിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. വോൾട്ട് മീറ്റർ ഞാൻ കണക്ട് ചെയ്താൽ ചെറുതായെങ്കിലും വോൾട്ട് മീറ്ററിലൂടെ കറന്റ് ഡ്രോ ചെയ്യും. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ ഈ ഗാൽവനോമീറ്ററിലെ സൂചി 0 ആകുമ്പോഴാണ് നമ്മൾ EMF മെഷർ ചെയ്യാനും ബാലൻസിങ് പോയിന്റ് കാണാനൊക്കെ പോകുന്നത്. ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആവാന്ന് പറഞ്ഞാൽ സെല്ലിൽ നിന്ന് കറന്റ് ഒന്നും പുറത്തേക്ക് എടുത്തില്ല എന്നർത്ഥം. അപ്പൊ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡിൽ കറന്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡ്രോൺ in order to obtain the balancing point. So it is most accurate method to measure EMF of the cell. Voltmeter ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ some current will be drawn from the cell during that measurement. So always EMF നെക്കാളും കുറച്ച് 2 വോൾട്ട് EMF ഉള്ള സെല്ലിനെ മെഷർ ചെയ്യാൻ പോയാൽ വോൾട്ട് മീറ്ററിൽ ചിലപ്പോൾ 1.98 എന്നേ കാണിക്കുള്ളൂ, 1.98 വോൾട്ട് എന്നേ കാണിക്കുള്ളൂ. പക്ഷെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് 2 വോൾട്ട് തന്നെ കാണിക്കും. അപ്പൊ ഈ അക്യുറസി കൂടുതലാണ്. എന്തുകൊണ്ടാണ്? പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ് ഇസ് എ നൾ മെത്തേഡ് എന്ന് എഴുതി വെച്ചാൽ മതി. പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ് ഇസ് എ നൾ മെത്തേഡ്. നൾ എന്ന് പറഞ്ഞാൽ നിൽ, ഒന്നുമില്ല. എന്തൊന്നുമില്ല എന്ന് കറന്റ് പുറത്തേക്ക് എടുക്കാത്ത സമയത്താണ് ബാലൻസിങ് പോയിന്റും ബാലൻസിങ് ലെങ്ത്തും അളക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊട്ടൻഷ്യോമീറ്ററിൽ കൃത്യമായി EMF മെഷർ ചെയ്യാം. അതാണ് നൾ മെത്തേഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു ചോദ്യം ചോദിക്കും, which is more preferable? Potentiometer is more preferable to measure EMF, exact EMF of the cell. Why? It is a null method because at the point of determination of the balancing point and balancing length, no current is drawn from the cell. സെല്ലിൽ നിന്ന് കറണ്ട് ഒന്നും കൊടുക്കില്ല, പക്ഷെ 0 ആയിരുന്നു. ഈ വാചകം എഴുതി വെക്കണം. 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങളോട് ചോദിക്കാം.
ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ ഈ ഭാഗം അയച്ചു കളയാണ്. ഇത് ജസ്റ്റ് ഇൻവെസ്റ്റൻസ് കാണാൻ വേണ്ടി മാത്രമാണ്. L1 ആണോ വലുത്, L2 ആണോ വലുത് എന്നൊക്കെ നിങ്ങൾ അറിയും. ഇനി ഞാൻ ഇങ്ങനെയുള്ള സർക്യൂട്ടില് ചില കാര്യങ്ങൾ പറയാൻ പോകും. ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് വിചാരിച്ചാൽ റിയോസ്റ്റാറ്റിനോ റെസിസ്റ്റൻസ് എന്താണെങ്കിൽ വിളിക്കാം. ഈ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഈ ബാലൻസ് ലെങ്ത്തിന് എന്ത് സംഭവിക്കും? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പ്രൈമറിയിലെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ, പ്രൈമറിയിൽ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത സീരീസ് ആയിട്ടുള്ള ഈ സെല്ലിനോട് കൂടി സീരീസിലല്ല ഈ റെസിസ്റ്റൻസ്, ഈ കമ്പിയോട് കൂടി സീരീസിലല്ല ഈ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് കൂട്ടിയാൽ നമ്മുടെ ബാലൻസിങ് ലെങ്ത്തിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം ഈ സമം ഒരേ സെല്ലാണ്, രണ്ട് സെല്ലുകളൊന്നുമില്ല. ഈ സമം IR കാരണം നമ്മളെ കണ്ടീഷൻ. ഞാൻ ഈ ഇവിടുത്തെ പ്രൈമറിയിലത്തെ റെസിസ്റ്റൻസ് കൂട്ടി, പ്രൈമറിയിലെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഈ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഈ സെല്ലിന് പുറത്തേക്ക് വരുന്ന കറണ്ട് ആണ്, പ്രൈമറി കറണ്ട് കുറയില്ലേ? സോ I ഡിക്രീസസ് അല്ലെ. സെക്കൻഡറി സെല്ലൊന്നും മാറ്റിയിട്ടില്ല, ഒരേ സെക്കൻഡറി സെൽ തന്നെയാണ്. I കുറഞ്ഞാൽ ഈ സെല്ലിനെ ബാലൻസ് ചെയ്യാൻ സ്മോൾ ആർന്ന് മാറാൻ വയ്യ, കാരണം അത് ഈ കമ്പിയുടെ റെസിസ്റ്റൻസ് per സെന്റിമീറ്റർ ആണ്. അത് മാറുന്നില്ല, ഈ കമ്പിയൊന്നും മാറ്റിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം? സോ L ഇൻക്രീസസ്. അപ്പോ പ്രൈമറിയിലെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ പ്രൈമറി കറണ്ട് കുറയുകയും സെക്കൻഡറി സെല്ലിനെ ബാലൻസ് ചെയ്യാൻ ഈ പറഞ്ഞ ബാലൻസ് ലെങ്ത് കൂടേണ്ടി വരികയും ചെയ്യും. കാരണം I കുറഞ്ഞു, ഇനി ഈനെ താങ്ങണമെങ്കിൽ L കൂട്ടിയിട്ട് വേണം താങ്ങാൻ. അല്ലെങ്കിൽ ഈ സമയം IR ആയിട്ട് വരുന്നു. I കുറഞ്ഞാൽ L കൂടിക്കൊള്ളണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, പ്രൈമറിയിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഈ സീരീസ് റെസിസ്റ്റൻസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും ബാലൻസ് ലെങ്ത്തിന്? ബാലൻസ് ലെങ്ത് കൂടും. ബാലൻസ് ലെങ്ത് കൂടും എന്ന് പറഞ്ഞാൽ ദിസ് പോയിന്റ് വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് B. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചത് അങ്ങനെയാണ്. ഈ ബാലൻസിംഗ് പോയിന്റ് എന്റെ അടുത്തേക്ക് നീങ്ങുമോ ബിന്റെ അടുത്തേക്ക് നീങ്ങും? ബിന്റെ അടുത്തേക്ക് നീങ്ങും, നാളെ ബാലൻസ് ലെങ്ത് കൂടുള്ളൂ. ആ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ്. ഇഫ് ദിസ് റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസ്ഡ്, പ്രൈമറിയിൽ കൊടുത്തിട്ടുള്ള സീരീസ് റെസിസ്റ്റൻസ് കുറച്ചാൽ, സീരീസ് റെസിസ്റ്റൻസ് കുറച്ചാൽ അവിടെ എന്താവും? പ്രൈമറി കറണ്ട് കൂടും. സോ പ്രൈമറി കറണ്ട് ഇൻക്രീസസ്. പ്രൈമറി കറണ്ട് ഇൻക്രീസ് ചെയ്താൽ, ഇത് കൂടിയാൽ ഈ സെക്കൻഡറി EMFനെ ബാലൻസ് ചെയ്യാൻ ബാലൻസ് ലെങ്ത് കുറവ് മതി. സോ ബാലൻസിംഗ് ലെങ്ത് ഡിക്രീസസ് എന്ന് ഉത്തരം എഴുതണം. അതായത് ബാലൻസിംഗ് പോയിന്റ് വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് A. A എന്ന് പറയുന്ന എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആരാണ് A? ഈ രണ്ട് സെല്ലിനെയും പോസിറ്റീവ് കൊടുത്ത സ്ഥലം, രണ്ടാൾക്കാരും നെഗറ്റീവ് വന്ന സ്ഥലം, അല്ലെങ്കിൽ മറ്റേ രണ്ടാണ് B എന്നുള്ളത് ഓർമ്മിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പൊട്ടൻഷ്യോമീറ്ററുമായി ബന്ധപ്പെട്ടത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിർബന്ധമായും അടുത്ത 15 മിനിറ്റ് നിങ്ങൾ ആ പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ ഇനി ഈ ടോപ്പിക് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും പബ്ലിക് എക്സാമിനേഷൻ. അപ്പൊ ഇത്രയും പറഞ്ഞാൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 3 കറന്റ് ഇലക്ട്രിസിറ്റിയിലെ പോർഷൻ തീർന്നു. മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞിട്ടാണ് ഈ ടോപ്പിക് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir.